വീഡിയോയിൽ നമ്മൾ ലെൻസ് ഇക്വേഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് യു എന്താണ്, എഫ് എന്താണ്, വി എന്താണ്, ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് ആൽഫബറ്റ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ലെൻസ് എന്ത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആയാലും കോൺകേവ് ലെൻസ് ആയാലും ഇതെല്ലാം ഒരേപോലത്തെ റൂള് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ലെൻസിന്റെ ഈ ഒരു ഭാഗം അഥവാ മിഡ് പോയിന്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് സെന്റർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. ഈ ഒയിന്നാണ് ഈ യുയിലുള്ള ദൂരവും എഫിലുള്ള ദൂരവും വിക്കുള്ള ദൂരവും ഒക്കെ അളക്കുന്നത് ഒപ്റ്റിക് സെന്റർ ആയ ഒയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇതാണ് ഒബ്ജക്റ്റ് അല്ലെ. അപ്പോ ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരത്തെ നമ്മൾ എന്ത് വിളിക്കും? യു, സ്മോൾ ലെറ്റർ യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരാണെങ്കിൽ. ഇനി ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജ്, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഇമേജ് അവിടെ ഫോർമേഷൻ നടക്കുന്നല്ലോ. അപ്പൊ ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജ് വരെയുള്ള ദൂരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വി. അതുപോലെ തന്നെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെ അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ്, ക്യാപിറ്റൽ എഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ദൂരത്തെ നമ്മൾ ഫോക്കൽ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ ഫോക്കൽ ലെങ്ത്തും ഫോക്കസും മാറിപ്പോകരുത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എഫ് വെച്ചിട്ടും പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് വെച്ചിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും ഇമേജിലേക്കുള്ള ദൂരവും ആ ആൽഫബറ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം യുവും അതുപോലെ തന്നെ ഇമേജിലേക്കുള്ള ദൂരം വി ആണ്. പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ ലെറ്റർ എഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 3 ക്വസ്റ്റ്യൻസ് നോക്കി. വിച്ച് ലെറ്റർ ഇൻഡിക്കേറ്റ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട് ഇൻ ദ ഫിഗർ? നോക്കി, ലെറ്റർ ഇൻഡിക്കേറ്റ് ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്ട്. ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി വിച്ച് ഡിസ്റ്റൻസ് ഡസ് ദ ലെറ്റർ വി റെപ്രസെന്റ് ദ ഫിഗർ? വി എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ആ ഡിസ്റ്റൻസിനെ നമ്മൾ വി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി വിച്ച് ഡിസ്റ്റൻസ് ഡസ് ദ ലെറ്റർ സ്മോൾ ലെറ്റർ എഫ് സ്റ്റാൻഡ്സ് ഫോർ? കണ്ട, ഇവിടെ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് അഥവാ പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ദൂരമാണ് സ്മോൾ ലെറ്റർ എഫ് അഥവാ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് സ്മോൾ ലെറ്റർ യു, അതുപോലെ വി, അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എഫ്. ഈ 3 കാര്യങ്ങളും നന്നായി പഠിക്കുക. എന്തിൽ നിന്ന് എല്ലാം എടുക്കുന്നത് ലെൻസിന്റെ സെന്റർ ആയ ഒപ്റ്റിക് സെന്റർ അഥവാ മിഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ ലെറ്റേഴ്സിന്റെ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത് പഠിക്കേണ്ടത് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്താന്ന്. 3 ലോസ് ഇവിടെ പറയുന്നുണ്ട്. നമുക്കത് പിന്നീട് അത് വിശദീകരിക്കാം. ഇപ്പൊ നമുക്ക് ഇതിലുള്ള 3 പോയിന്റ്സ് എന്താന്ന് നോക്കാം. ഓൾ ഡിസ്റ്റൻസ് ഷുഡ് ബി മെഷേർഡ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെൻസിന്റെ മിഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന ഒ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് നമ്മൾ എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കി, ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേയിൽ പോകുന്ന ആ ഡിസ്റ്റൻസിനെ നമ്മൾ പോസിറ്റീവായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ ഇൻസിഡന്റ് റേക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് കരുതുന്നു. ഇത് പിന്നീട് വിശദീകരിക്കും, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇനി ഡിസ്റ്റൻസ് മെഷേർഡ് എബവ് ദ ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസിന് മുകളിൽ വരുന്ന ഡിസ്റ്റൻസ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ഒപ്റ്റിക് ആക്സിസിന് താഴെ വരുന്ന ഡിസ്റ്റൻസ് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുന്നു. ഇനി നമുക്ക് ഫിഗർ വെച്ചിട്ട് ഇതൊന്ന് നോക്കാം. നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 2 ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫിഗർ, രണ്ടാമത്തെ ഫിഗർ. ഇതില് നമ്മൾ നേരത്തെ പഠിച്ച യു എന്താന്ന് പഠിച്ചു, അതുപോലെ തന്നെ വി എന്താന്ന് പഠിച്ചു, സ്മോൾ ലെറ്റർ എഫ് എന്താന്ന് പഠിച്ചു. ഇനി 2 കാര്യങ്ങൾ കൂടി ഇതിൽ ഒന്ന് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഒന്ന് HO എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഇവിടെയാണല്ലോ ഈ ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പൊ HO എന്ന് പറഞ്ഞത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. അതുപോലെ HI എന്ന് പറഞ്ഞത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ്. ഇനി 3-4 കാര്യങ്ങൾ ഇവിടെ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതിപ്പോ ഏത് കേസും മിഡ് പോയിന്റ് ഓഫ് ദ ലെൻസിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് അളക്കുന്നത്. ഇനി പറയുന്നത് ഇൻസിഡന്റ് റേ. രണ്ടാമത്തെ റൂൾ നമ്മൾ പഠിച്ചെന്താണ്? ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷനിലാണ് നമ്മൾ ഡിസ്റ്റൻസ് അളക്കുന്നതെങ്കിൽ അവ പോസിറ്റീവായിട്ട് കരുതും. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇതാണ് ഇൻസിഡന്റ് റേ. കണ്ട, ഈ ഒരു ഡയറക്ഷനിലാണ് റേ വന്ന് ഈ ലെൻസിൽ തട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് യു എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് അളന്നത്? ഒ എന്ന് ഇങ്ങോട്ടാണ് അളക്കുന്നത്. കണ്ട, ഈ ഇൻസിഡന്റ് റേക്ക് നേരെ ഓപ്പോസിറ്റ് അളക്കുന്നത് കൊണ്ട് ഇവിടുത്തെ യു എന്ന് പറയുന്നത് -25, നെഗറ്റീവ് സൈൻ അവിടെ വരും. അപ്പൊ യു എന്ന് പറയുന്നത് -25 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി വി എന്ന് പറയുന്ന നോക്കി, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇമേജ് വരെയുള്ള ദൂരമാണ് വി എന്ന് പറയുന്നത്
അല്ലെ? അപ്പോൾ ആ ഇൻസിഡന്റ് റേയുടെ നേരെ തന്നെ ആ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് വി പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വി എന്ന് പറയുന്നത് +100 ആയിരിക്കും. ഇനി ഫോക്കൽ ലെങ്ത്തിന്റെ കാര്യം നോക്കിയേ, പ്രിൻസിപ്പൽ ഫോക്കസ് വരെയുള്ള ആ ദൂരവും പോകുന്നത് ഇതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അപ്പൊ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത്തും എന്തായിരിക്കും? +20 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി മൂന്നാമത്തെ റൂൾ നമ്മൾ എന്താ പറഞ്ഞേ? ഒപ്റ്റിക് ആക്സിസിന് മുകളിലുള്ളത് പോസിറ്റീവും ഒപ്റ്റിക് ആക്സിസിന് താഴെ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സംഭവമാണ് ഒപ്റ്റിക് ആക്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇമാജിനറി ലൈൻ. ഇതിന് മുകളിൽ വരുന്ന ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കണ്ട, ഈ HO എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാണ്? +1 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണെങ്കിൽ ഒപ്റ്റിക് ആക്സിസിന് താഴെ പോയി, അപ്പോൾ HI എന്ന് പറഞ്ഞത് -4 സെന്റിമീറ്റർ ആയിരിക്കും. ഈ സൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ സൈൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കിയേ, ഇവിടുത്തെ ഇൻസ്റ്റന്റ് റേ ഇതേ ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവച്ചു. നേരത്തെ നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവച്ചു, എന്നാൽ ഇവിടെ ഒബ്ജക്റ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ റേ വന്ന് വീഴുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. കണ്ട, ഈ ഒരു ഡയറക്ഷനാണ് റേ വന്ന് വീഴുന്നത്. ഇങ്ങോട്ട് പോകുന്ന, അതായത് ഇതേ ഡയറക്ഷനിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ പോസിറ്റീവ് ആവും. എന്തൊക്കെ പോസിറ്റീവ് ആവും? കണ്ട, ഫോക്കൽ ലെങ്ത് സ്മോൾ ലെറ്റർ F വെച്ച് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് അളന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് +20 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടുത്തെ വി എന്താണ്? കണ്ട, വി അളക്കുന്നത് ഇതേ ഡയറക്ഷനിൽ, കണ്ട ഈ റേ പോണ ഡയറക്ഷനിൽ തന്നെയാണ് വി. അപ്പൊ വി എന്ന് പറയുന്നത് ഇവിടെ +100 ആയിരിക്കും. ഇനി യു കണ്ട, യു എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് അളന്നത് കൊണ്ട് യു എന്ന് പറയുന്നത് -25 സെന്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് കണ്ട, ഇവിടുത്തെ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക് ആക്സിസിന് മുകളിൽ വന്നതുകൊണ്ട് +1 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്തായിരിക്കും? താഴേക്ക് പോയത് കൊണ്ട് -4 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കുക കേട്ടോ. ഈ 3 റൂളും നന്നായിട്ട് മനസ്സിലുണ്ടായിരിക്കണം. കണ്ട, നമ്മളിപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു പെട്ടിക്കള്ളിയിലാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. കണ്ട, യു എന്ന് പറയുന്നത് -25 മൈനസ് വരുമ്പോൾ അവിടെ ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അളന്നുകൊണ്ടാണ് ഇവിടെ -25 സെന്റിമീറ്റർ വന്നത്. ഇനി ഇവിടെ -25 സെന്റിമീറ്റർ വന്നത് രണ്ടാമത്തെ ഫിഗറിലും എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഇൻസിഡന്റ് റേ നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അളക്കുന്ന ഒക്കെ മൈനസ് വരും. സെയിം ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് വരും. ഇനി ഒപ്റ്റിക് ആക്സിസിന് മുകളിലേക്കാണ് നമ്മൾ അളക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് വരും. ഒപ്റ്റിക് ആക്സിസിന് താഴെയാണ് അളക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് വരും. ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിച്ചിരിക്കുക. കണ്ട, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനോടനുബന്ധിച്ചുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് വരും. അപ്പോൾ 1/f എന്ന് പറയുന്നത് 1/v - 1/u ആണ്. ഇനി ഇതിന്ന് ഈ ഒരു ഫോർമുലയിലോട്ട് എത്താൻ അറിയാത്തവര് ഈ 2 ഫോർമുലയും കാണാൻ പഠിച്ചിരിക്കുക നല്ലത്. ഇവിടെ F എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിൻസിപ്പൽ ഫോക്കസിലേക്കുള്ള ദൂരം ഒപ്റ്റിക് സെന്ററിൽ നിന്ന്, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. V എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ആണ്. U എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ 1/f എന്ന് പറഞ്ഞത് കണ്ട, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ U - v / U × v കണ്ട, ഈ ഒരു ഫോർമുലയിൽ എത്തും. ഇവിടെ നിന്നാണ് എഫ്, അതായത് ഈ ഒരു റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് ഇതിനങ്ങോട്ട് നേരെ തിരിച്ചിടും UV/U - v. അങ്ങനെയാണ് ഈ ഫോർമുലയിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നത്. അപ്പൊ ഈ 2 ഫോർമുല നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിരിക്കുക. ഇനിയിപ്പോൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കിയേ, റൈറ്റ് ഡൗൺ ദ മെഷർമെന്റ് യൂസിങ് ദ സൈൻ കൺവെൻഷൻ. കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചേക്കണേ. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് ലെൻസിലേക്ക് പോകുന്ന ഈ ഒരു ആരോ മാർക്കാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയണം കേട്ടോ, ഞാനത് വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. റേ പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് അളന്നത് കൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് U എന്ന് പറഞ്ഞത് ഇവിടെ -90 സെന്റിമീറ്റർ ആയിരിക്കും. ഇൻസിഡന്റ് റേയുടെ നേരെ ഓപ്പോസിറ്റ് അളന്നത് കൊണ്ട് U എന്ന് പറയുന്നത് -90 സെന്റിമീറ്റർ ആയിരിക്കും. ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷനിൽ അളന്നത് കൊണ്ട് V അഥവാ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് എന്ന് പറഞ്ഞത് +30 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി അപ്പോൾ യുവും കിട്ടി, വിയും കിട്ടി. ഇനി നമ്മൾ സാധാരണ ആ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. UV/U - v എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫോർമുലയിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -90 × 30 വോൾ ഡിവൈഡഡ് ബൈ -90 - 30. ഇവിടെ ഇൻറ്റുവിൽ ഒരു മൈനസും ഒരു പ്ലസും വന്ന കാരണം നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുത്തു. അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ, അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി -90 - 30, അതായത് പോസിറ്റീവും നെഗറ്റീവും ഏത് ഓപ്പറേഷൻ ഇവിടെ വന്നേക്കുന്നത്? സം അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ. അപ്പോൾ 2 നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ അത് പ്ലസ് ചെയ്തിട്ട് മൈനസിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ = +22.5
സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. അതായത് ഡിവൈഡിലോ ഇൻഡുലോ 2 നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവായിട്ട് പോകും. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട്. പ്ലസ് 22.5 സെന്റിമീറ്റർ വന്നതുകൊണ്ട് ഇവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞത് പോസിറ്റീവാണ്. അവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ തരാണ്. ഈ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് 22.5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ആ ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. ഈ 2 കാര്യങ്ങളും ഓർത്തിരിക്കുക. പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ കോൺവെക്സ് ലെൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.